എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ പത്രവാർത്തേൻ്റെ നമുക്ക് എന്തൊക്കെ വാർത്തകൾ, ഒരുപാട് വാർത്തകളുണ്ട് ഇന്ന് എടുക്കാൻ വേണ്ടി. നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടംപോലെ വാർത്തകളുണ്ട്. ഒന്നാമത് ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എല്ലാവരും ജോലിക്ക് പോയി അതിൻ്റെ തിരക്കിലായിരിക്കും. എത്രത്തോളം വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വാർത്തകൾ നോക്കാം. ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ നമുക്കൊന്ന് നോക്കിയേക്കാം. ജൂലൈ 14 വാർത്തകളിലേക്ക് കടക്കാം. അതെ, അപ്പൊ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത. അതായത് ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയ ശുഭാംശു ശുക്ല, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ല ഇന്ന് തിരികെ എത്തുകയാണ്. അതിലേക്ക് നോക്കാം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം പോയ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ശുക്ല. അതിൽ പറയുന്നത് 18 ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച ഇന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 4:30-ക്കാണ് അദ്ദേഹം ഡ്രാഗൺ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് എത്തുന്നത്. 142 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയുടെ ചിറകേറി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. 18 ദിവസത്തെ ഒരു വാസത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ ബഹിരാകാശത്ത് ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു വൈറൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആകാശഗംഗ നാളെ ഭൂമിയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മനോരമയിൽ തന്നെ ഒരു വലിയൊരു തലക്കെട്ടുണ്ട്. നമുക്കൊക്കെ വളരെയധികം ഒരു അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് പേർക്ക് ഇതൊരു പ്രോത്സാഹനമാകും. ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ആകാശയാത്രയുടെ തന്നെ ഒരു നാഴികക്കല്ലെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതായത് ഇവിടുന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:25-നാണ് ശുഭാംശുവും മറ്റ് യാത്രികരും പേടകവുമായി ബന്ധിക്കപ്പെട്ട ഡ്രാഗൺ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കും. ഇന്ന് വൈകിട്ട് 4:35-ന് നിലയിലെത്തിൽ നിന്നും പേടകം വേർപെടുത്തും. ശേഷം ഭൂമിയിലേക്കുള്ള യാത്ര ഭൂമിയെ ചുറ്റിക്കറങ്ങി പല ഘട്ടങ്ങളായി ഉയരം കുറച്ചു കൊണ്ടുവരുന്ന യാത്ര തുടങ്ങും. അനേകം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ യാത്ര. തിരിച്ചിറങ്ങുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പേടകം 350 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഘട്ടത്തിൽ ടീ ഓർബിറ്റ് നടപടികൾ തുടങ്ങുന്നു. പേടകത്തിലുള്ള എഞ്ചിനുകൾ ജ്വലിച്ച് വിപരീത ദിശയിൽ ഊർജ്ജം നൽകുന്നതോടെ വേഗം കുറഞ്ഞു തുടങ്ങും. ശേഷം നാളെയാണ് ഇന്ന് യാത്ര പുറപ്പെട്ട് നാളെയാണ് ഇവിടെ ഭൂമിയിൽ എത്തുക. അന്തരീക്ഷത്തിലേക്ക് അതിനുശേഷം വന്ന് 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന താപനിലയും അതിനെ അതിജീവിച്ചാണ് പേടകം താഴേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഇതിലുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലിക്കാണെങ്കിലും ഇതൊരു അഭിമാന നിമിഷമാണ്. ഈ പോയി വരുന്ന ആ ഒരു നിമിഷത്തേക്കാണ്, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത്. അപ്പൊ 3 മണിക്കാണ് അദ്ദേഹം, അപ്പൊ അത് നമുക്ക് കാലിഫോർണിയൻ തീരത്ത് ശാന്തമായ സമുദ്രത്തിൽ അദ്ദേഹം വന്നിറങ്ങും. അതെ. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് നോക്കാം. അടുത്തതൊരു അതിപ്രധാനമായ വാർത്തയാണ്. കേരളത്തിലെ തെരുവ് നായകളുടെ ശല്യം ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഇപ്പൊ മാസങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരുവ് നായ്ക്കളുടെ ഒരു ശല്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ റോഡ് സൈഡിലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുള്ള ഒരു റോഡുകളുണ്ട്. രാവിലെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത് നമ്മളെപ്പോലുള്ള ജോലി ചെയ്യുന്നവരും കൂടാതെ കൊച്ചു കുട്ടികൾ വരെ യാത്ര ചെയ്യുന്ന വഴിയരികിൽ ഒരുപാട് ആക്രമണങ്ങളാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും സ്കൂളിൽ പോകാനാണെങ്കിലും വഴി നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ കണ്ടു, ഒരു വയസ്സായ മുത്തശ്ശിയെ നായ കടിക്കുന്ന ഒരു ദൃശ്യം. വഴിയിലൂടെ പോകുന്നവർ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. കാരണം എന്താ, അവരും കൂടെ പെട്ടുപോകുന്നുള്ള രീതിയിൽ അവർ ചിലപ്പം അതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ആളാണ് നടന്നു പോകുന്നതെങ്കിൽ, അവരെയാണ് നായ ഉപദ്രവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്കൊന്നും തിരിച്ചൊന്നും പ്രതികരിക്കാൻ പോലും പറ്റത്തില്ല. മലപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ ഓടിക്കുന്നതിനിടെ തെരുവുനായ കുറുകെ ചാടി അദ്ദേഹം മരണപ്പെട്ടു. അത്രയ്ക്ക് ഇതിനൊരു പോംവഴി എന്തായാലും കണ്ടെത്തണം. അതായത് ഈ പറഞ്ഞതുപോലെ ആനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റം ഒക്കെ കാര്യക്ഷമമായി നടത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അധികാരികൾ വേണ്ട നടപടി ഉടനെ സ്വീകരിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കാരണം നമ്മളാണ് ദിനം പ്രതി രാവിലെയും പുറത്തേക്ക് ഇറങ്ങുന്നത്, തെരുവിലൂടെ നടക്കുന്നതുമല്ല. പക്ഷെ അധികാരികൾ വാഹനങ്ങളിൽ എസ്കോർട്ടുമായി പോകുമ്പോൾ അവർക്കത് നേരിടുന്നില്ല. പക്ഷെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടവർ ഉറപ്പാക്കിയേ തീരും. തീർച്ചയായിട്ടും രാവിലെ പത്രം ഇടുന്നവർ തുടങ്ങി വൈകുന്നേരങ്ങളിൽ പോലും ഒരു എന്താ പറയുക, സ്ഥിരമായി പോകുന്ന വഴികളിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്ന പിള്ളേർ വൈകുന്നേരം അതേപോലെ വരുന്നത്, ഈ വഴിയിലൊക്കെ ഒരുപാട് തെരുവുനായകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണം അല്ലെ. കണക്കുകൾ നോക്കിയാൽ ഇന്നലെ മലപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടു. ദാരുണമായ അന്ത്യമായിരുന്നു. ഈ കഴിഞ്ഞ പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് 7 പേരാണ് പട്ടി കടിച്ച ആശുപത്രിയിലായത്, പേപ്പട്ടി കടിച്ച ആശുപത്രിയിലായത്. കണ്ണൂരിൽ
കണ്ണൂർ ജൂൺ 17 50 പേരെയാണ് തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. 5 മാസത്തിനിടെ 1,65,135 പേർ കടിയേറ്റു. ഇതൊരു ചെറിയ കണക്കുകളല്ല. 17 പേർ മരിക്കുകയും ചെയ്തു. കേരളത്തിലെ ഓരോ ജില്ലയിലും 35,000 മുതൽ 50,000 വരെ തെരുവുനായകൾ ഉണ്ടെന്നാണ് കണക്ക്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇത്രയും ഉയർന്ന കണക്കുകളാകുമ്പോൾ അത്രയും ഉയർന്ന ആക്രമണങ്ങളാണ് ഉണ്ടാവുന്നത്. അത്രയും ജനങ്ങളുടെ സുരക്ഷാ ഭീഷണിയിലാണ്. അനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റവും ഉടനെ തന്നെ വേണ്ട കാര്യക്ഷമമായി നടത്തണം. കുറച്ചു മുന്നേ ആണെങ്കിലും ആലപ്പുഴ ആ ജില്ലയിലൊക്കെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതുപോലെ 10-16 പേരെ നായ കടിച്ച്. ഇപ്പൊ കണ്ണൂർ ജില്ലയുടെ കാര്യം പറഞ്ഞു. ഇഷ്ടം പോലെയാണ് ഇതുപോലുള്ള കേസുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശക്തമായി തന്നെ പോരാടണം. ഇപ്പൊ നായകളെ സംരക്ഷിക്കുന്ന ഗ്രൂപ്പുകളും, അതായത് നായകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എല്ലാവരും നായകളെ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് അല്ലെ, മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഏൽക്കുമ്പോൾ അത് നമ്മൾക്കിപ്പോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പം അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ഒരു കാര്യം അല്ലെ. ഈ അച്ഛനമ്മമാര് സ്കൂള് വിട്ട് പിള്ളേര് വരുന്നവരെയുള്ള ഒരു സമയം, ഈ ഒരു ഭാഗത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ അവര് സ്കൂള് വിട്ട് വരുന്നത് വരെ അച്ഛനമ്മമാർക്ക്, അത് മാതാപിതാക്കൾക്ക് ഉറപ്പായിട്ടും അവർക്കൊരു എന്താ പറയുക, ഒരു ടെൻഷൻ ആയിരിക്കും. നായ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനായിട്ട് പാരന്റ്സും കൂടെ പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. സ്നേഹിക്കാൻ കൊല്ലാനോ ഒന്നും അല്ല പറയുന്നത്, പക്ഷെ എന്നാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അതായത് അതിനുള്ള പദ്ധതികൾ നിലവിലുണ്ടല്ലോ. നായ്ക്കൾക്ക് വന്ധ്യംകരണം, ഷെൽട്ടർ, അതൊക്കെ വന്ധ്യംകരണം കാര്യക്ഷമമായി നടത്തുക. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ, പഞ്ചായത്ത് തലത്തിൽ തന്നെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും എല്ലാ രീതിയിലുള്ള നടപടികളും മുന്നോട്ട് പോവുക. കാരണം സ്കൂൾ കുട്ടികളെ അടക്കം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വയസ്സായവർക്കൊന്നും റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വാഹനങ്ങളിൽ പോകുന്നവർക്ക് വരെ സുരക്ഷയില്ല. അതാണ് നോക്കേണ്ടത്. വാഹനങ്ങളിൽ പോകുന്നവർക്ക് പോലും സുരക്ഷയില്ല. അപ്പൊ വഴിനട യാത്രക്കാർക്ക് എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? അപ്പൊ അത് കൃത്യമായി ഒന്ന് പരിശോധിച്ച് അതിനുള്ള കൃത്യമായ ഒരു നടപടി തന്നെ വേണം. ഇതിപ്പോ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ജില്ലകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ ആ കണക്ക് വായിച്ചു എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ അത് അത്രയും സീരിയസ്നെസ്സോടെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം പക്ഷിപ്പനിയും താറാവുപനിയൊക്കെ വരുമ്പോൾ നമ്മൾ അവയെ കൂട്ടത്തോടെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും അതുപോലൊരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ നടപടി സ്വീകരിക്കുന്നില്ല അല്ലെ. രണ്ടും വ്യത്യസ്തമായി കാണുന്നുണ്ട്. അതായത് നിയമം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നടക്കാറ്. ഇങ്ങനെ ഒരു കൂട്ടം ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് വിഷം വെച്ചൊക്കെ നായ്ക്കളെ കൊല്ലാറുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നിയമം അവരെ കുരുക്കിലാക്കുന്നു. അത് പേടിച്ചാണ് അവർ ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു നല്ലൊരു നടപടി വേണം. ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിക്കേണ്ടതാണ്, കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. കാരണം ഈ സ്കൂൾ ടൈമാണ്, അവർക്ക് രാവിലെ പോകണം, വൈകുന്നേരം വരണം, ഒറ്റയ്ക്ക് പോകുന്നവരുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ വയസ്സായവര്, അത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതൊക്കെ ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ കാര്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവുനായ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഈ പറഞ്ഞ കണക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കൃത്യമായ ഒരു നടപടി തന്നെ ആവശ്യമുണ്ട്. എന്തായാലും ഒരു പരിഹാര നടപടി ഉടനെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വാർത്തയിലേക്ക് പോവാം. അതൊരു സുപ്രധാന വാർത്ത ഉണ്ടായിരുന്നല്ലോ, നാളികേരത്തിന്റെ, അതായത് വെളിച്ചെണ്ണ നമുക്ക് കിട്ടാനില്ല എന്നുള്ള ഒരു അവസ്ഥ. അടുക്കളയിലൊന്നും ഇനി വെളിച്ചെണ്ണ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഓണക്കാലം വരുമ്പം ഇങ്ങനെ വില ഉയർന്നാൽ തീർച്ചയായിട്ടും നാളികേരമില്ലാത്ത കറികളായിരിക്കും. അതെ, ഇപ്പൊ ഒരു പേരിന് ഒന്ന് കടുക് വറുത്തിടാൻ മാത്രം വെളിച്ചെണ്ണ എടുക്കുന്ന ഒരു സ്ഥിതിയായി മാറി. വിലയൊന്ന് നോക്കാം നമുക്ക്, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വില. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 180 രൂപയും തേങ്ങയ്ക്ക് 32 രൂപയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെളിച്ചെണ്ണ വിലയ്ക്ക് 430 മുതൽ 470 രൂപയും തേങ്ങയ്ക്കാണെങ്കിൽ 78 മുതൽ 85 രൂപയുമായി. അതെ, തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, തെങ്ങ്, അതായത് കേരളത്തിന്റെ ഒരു ഉൽപാദനം കുറച്ച് കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് കണക്കുകൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും കേരളത്തില് നാളികേര കൃഷി എന്ന് പറയുന്നത് 7,65,840 ഹെക്ടർ ആയിരുന്നു. എന്നാൽ അതേസമയം ഇപ്പോൾ അത് വളരെ കുറഞ്ഞ്, അതായത് 2017-18 തീയതികളിൽ 18 വർഷങ്ങളിൽ 10,472 ആണെങ്കിൽ ഇപ്പോൾ 2023-24 കാലയളവിൽ 7,211 ഹെക്ടറായി മാറിയിട്ടുണ്ട്. ഓണക്കാലൊക്കെ വരുവാണ്. അപ്പോ കേരളത്തിലൊരു കാര്യക്ഷമത അല്ലെങ്കിൽ അത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓണക്കാലം കൂടി ആയി കഴിഞ്ഞാൽ സദ്യ കാര്യങ്ങളൊക്കെ വരുമ്പം വെളിച്ചെണ്ണയില്ല, ഓയിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. തേങ്ങയില്ലാത്ത കറികളെ കുറിച്ച് മലയാളികൾക്ക് വെളിച്ചെണ്ണയില്ലാത്ത ഒരു ഓണായി മാറുമോ ഈ പ്രാവശ്യത്തെ ഓണം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഹോട്ടലുകളുടെ കാര്യം അല്ലെ. അതെ, ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് അവർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ദോശക്കൊക്കെ ആളുകൾ വരുമ്പോ ചമ്മന്തി ഇല്ലാത്ത അവസ്ഥ, എന്ത് ചെയ്യാനാണ് വില കൂടിയിട്ട്. അപ്പോ അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ കാര്യത്തിലൊക്കെ നമുക്കിപ്പോ പറയുവാണെങ്കിൽ
ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഓണമൊന്നും ഓണമാകുമ്പോഴത്തേക്ക് 500 കടക്കുമെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതാണ് ഈ ഒരു കേരളത്തിൽ നമ്മുടെ തെങ്ങിന്റെയും തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു കാര്യം ഇതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒന്ന് ട്രെയിനിലൊക്കെ ദിവസവും യാത്ര ചെയ്യുന്നവർ അറിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, ഇനി എല്ലാ ട്രെയിനിലും CCTV ക്യാമറ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് പൊതുവായ സ്ഥലങ്ങളിൽ നമ്മളിപ്പം വാഷ്റൂമിന്റെ ആ ഒരു ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് ഡോറിന്റെ ഒരു സൈഡിലാണെങ്കിൽ ഒരു ബോഗിയിൽ 1-2 ക്യാമറകൾ അല്ലെ. നമ്മൾ ദിവസേന കേൾക്കുന്ന ട്രെയിനിൽ പല ആക്രമണങ്ങളും സ്ത്രീകൾക്ക് നേരെയാണെങ്കിലും എല്ലാ പ്രായഭേദമന്യേ എല്ലാവർക്കും നേരെ ആക്രമണങ്ങളും എല്ലാം നേരിടുന്നത്. പക്ഷെ അതിന് നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു CCTV ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് തെളിവുകളോ കാര്യങ്ങളോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ ഇതിലപ്പുറം മറ്റൊന്നും ആവശ്യമില്ല. വലിയൊരു നല്ല വാർത്തയാണ്. രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലും CCTV ക്യാമറകൾ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ കോച്ചിലും 4 ക്യാമറ വീതവും എഞ്ചിനുകളിൽ 6 ക്യാമറ വീതവും സ്ഥാപിക്കും. സ്വകാര്യതയ്ക്കു വേണ്ടി വാതിലുകൾക്കു സമീപം പൊതുവായ ഇടത്താണ് ഇവ സ്ഥാപിക്കുക ചെയ്യുന്നത്. റെയിൽപാളവും ഇരുവശവും കാണുക എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫിറ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് അതിന്റെ വാതിൽ അവിടേക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. അല്ല, ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ക്യാമറ വരുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് ഈ ട്രെയിനിനുള്ളിലുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്രയും ഒരു വൃത്തിഹീനമായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥിതിയാണ്. ഓരോ ആൾക്കാരും കയറി ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമ്മൾ ഓരോ വീഡിയോയിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പ്രദേശത്തെ ആളുകൾ തിങ്ങിക്കയറി ടിക്കറ്റ് എടുക്കുന്നവരെ ഭയങ്കര ഉപദ്രവിക്കുന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ നമുക്ക് അത്രത്തോളം രൂക്ഷമായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന പലർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും. അപ്പൊ അതിനെതിരെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ക്യാമറ ഫിറ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു ആൾക്കാർക്ക് ഒരു പേടി, അല്ലെങ്കിൽ ആൾക്കാരുടെ മൈൻഡിലുണ്ടാവും ഇവിടെ CCTV ഉണ്ട്. ഇനി ഈ ഒരു വാർത്ത എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. എന്നാൽ മാത്രമേ ഇതിനെ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒരു സുരക്ഷിതമായി, കുറച്ചും കൂടെ ഒന്ന് സുരക്ഷിതമാവും ഈ ഒരു കാര്യത്തിൽ. ഉറപ്പായിട്ടും അതൊരു ഇച്ചിരി വൈകിയാണെങ്കിലും നല്ലൊരു തീരുമാനമാണ് നടന്നത്. പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാർത്തയായിരുന്നു പാദപൂജയുടെ കാര്യം. സ്കൂളുകളില് കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച് അതിലിപ്പോ കാല് കഴുകുന്ന ഒരു നീചം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ മന്ത്രി ശിവൻകുട്ടി. അപ്പോ അതിന് നമ്മുടെ ഗവർണർ പറഞ്ഞത് ഗുരുപൂജയെ എതിർക്കുന്നത് സംസ്കാരശൂന്യം എന്ന് പറയരുത്. അതായത് എതിർക്കുന്നവരാണ് ഈ സംസ്കാരശൂന്യര് എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണത്. അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കാൽ കഴുകുന്നത് നീചമാണെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതെ, അതായത് ഇത് നടന്നത് ഗുരുപൂർണിമ ദിനത്തിലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ബാലാവകാശ കമ്മീഷൻ സ്വയം കേസും എടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുരുപൂജ എന്നുള്ളത് നമുക്ക് ബഹുമാനം, നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതല്ലാതെയും പൊതു അറിവും ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ബഹുമാനത്തിന്റെയോ അല്ലെങ്കിൽ ഗുരുക്കളെ ഇങ്ങനെ അവർ കാണും, ഗുരുക്കളെയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ കാണും അല്ലെ. കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. കാര്യങ്ങളല്ല അടിച്ചേൽപ്പിക്കേണ്ടത്, അറിവാണ്. നമ്മുടെ ചിന്തകൾ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അവരെ ഒരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചിന്തകൾ മുളപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഓരോ ഗുരുക്കന്മാരും ഓരോ പാരന്റ്സും മീൻസ് ആ കുട്ടികളെ അങ്ങനെയായിരിക്കണം കാണേണ്ടത്. എന്തായാലും മതാചാരങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ഒരിടമല്ല വിദ്യാലയം എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തില്. വളരെയധികം, ഒട്ടും കുറവല്ല. നമുക്കതിന്റെ കാര്യങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് 9 വർഷത്തിനുള്ളിൽ 32,123 സ്ത്രീകളാണ് ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതയ്ക്ക് ഇരയായത്. 1.38 ലക്ഷം സ്ത്രീകൾക്കെതിരെയാണ് അതിക്രമങ്ങൾ നടന്നത്. 6,329 സ്ത്രീകൾ ലൈംഗികാതിക്രമം നേരിട്ടു എന്നും സർക്കാരിന്റെ കണക്കനുസരിച്ചിട്ട് വ്യക്തമാകുന്നുണ്ട്. 1,596 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതായും കേസുണ്ട്. അപ്പോ ഇങ്ങനെ ആസൂത്രണ ബോർഡ് കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ സമർപ്പിച്ച കണക്കിലാണ് ഈ ഒരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി ഇത്രത്തോളമാണ് ഈ കണക്കുകൾ എന്നുള്ളത്. ലൈംഗിക അതിക്രമത്തിൽ തന്നെ 2016 തൊട്ട് 2016 1656 ആയിരുന്നു. അതിപ്പോ നമുക്ക് ആ ഒരു കണക്കിൽ ഇപ്പോഴെത്രയാണ്
ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2024 കണക്കാണ്. അതെ. കഴിഞ്ഞ സെപ്റ്റംബർ വരെ 2111 കണക്ക്. നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് വർദ്ധിച്ചു. വിഭജിക എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ ഒരു മരണം, കുഞ്ഞിന്റെ ഒരു മരണം, ആത്മഹത്യ ചെയ്തു. രണ്ടുപേരും കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഇതിൽ പറയുന്ന കാരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കേസുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കുറവൊന്നുമില്ല. വർഷങ്ങൾ ഇങ്ങനെ പോകുന്നതോടും വർഷത്തേക്കാൾ വലിയൊരു കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞൊരു മാറ്റം വരുന്നു. എന്നാൽ അതിശയകരമാം വിധം ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരുള്ള അക്രമം കൂടി വരികയാണ്. അപ്പൊ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെയിൻ സംവിധാനമൊക്കെ ചിലപ്പോൾ നന്നായിരിക്കും. നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കേണ്ടി, ആ ട്രെയിനിലുള്ള ഭാഗങ്ങളെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്താ പറയാ സുരക്ഷിതമായിരിക്കാമെന്ന് തോന്നിപ്പിക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകള്. ഒരു പ്രധാനപ്പെട്ട വാർത്ത, വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ യാനിക് സിന്നർ കിരീടം നേടി. അതും ഇറ്റാലിയൻ 23-കാരനാണ് അൽക്കാരിസിനെ കീഴടക്കിയാണ് ഇറ്റാലിയൻ താരം യാനിക് സിന്നർ ഈ കിരീടം സ്വന്തമാക്കിയത്. 23-കാരൻ സിന്നറിന്റെ ഒരു ആദ്യ കിരീടമാണ് അല്ലെ അത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഒരുപാട് സന്തോഷമായിട്ടുള്ള വാർത്തകളുണ്ട്. കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപണിയിലും എല്ലാം ദിവസേന വാർത്തകൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വാർത്തകളാണ്. ഇപ്പോൾ ട്രെയിനിന്റെ കാര്യമാണെങ്കിലും മറ്റു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാത്തിലും നമുക്കും ഉണ്ടാവും ഒരു അഭിപ്രായങ്ങൾ. അപ്പോൾ ഇപ്പോൾ വാർത്തകൾ കണ്ട് നിങ്ങൾക്ക് ഈ ഓരോ വാർത്തയിൽ എന്താണ് അഭിപ്രായം, എന്താണ് നിങ്ങളുടെ ഒരു ഭാഗം, അത് നിങ്ങളും രേഖപ്പെടുത്തുക. ഇപ്പോൾ പാദപൂജയുടെ കാര്യമാണെങ്കിലും അതൊക്കെ ഒരു സ്കൂളുകളിൽ അതൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ശരിയായ ഒരു രീതി. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഇന്ത്യ പറയുന്നത് തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സംസ്കാരങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഒരു രാജ്യം, അല്ലെ നമ്മളുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്, നമ്മുടെ സംസ്കാരമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, എല്ലാം ശരിയാണ്. എന്നാൽ ഇതാണ് ഇതിന്റെ രീതി എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് പറഞ്ഞ വാർത്തകൾ ഇവിടെ കേട്ടുവിടാതെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അറിഞ്ഞ് അതെ, എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും വാർത്തകൾ കേട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ.